ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സും കൂടി കോഴിക്കോട് ഒരുപാട് ഫുഡ് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് ഇത്തവണ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 പേരും കോഴിക്കോടേക്ക് വരുന്നത് നോമ്പിൻ്റെ ടൈമിലാണ്. അപ്പോൾ ഈവനിങ്ങോടെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാൻ സമയമാവാത്തതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ പോയത് നമ്മൾ SM സ്ട്രീറ്റിലോട്ടാണ്. ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാമല്ലേ, നല്ല ചീപ്പായിട്ട് നല്ല ഡ്രസ്സും ചെരുപ്പൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഷോപ്പിലൊക്കെ പോയി കുറച്ച് ചെരുപ്പും പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല റേറ്റ് പറഞ്ഞിട്ട് നല്ല ജീൻസും ടോപ്പും കുർത്തീസൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അതിലൊന്നാണ് കഷ്ക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അവിടെ രണ്ടോ പോയത്. അപ്പോൾ അവിടുന്ന് 2 ജീൻസൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു വരുന്നത്. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബസ് പിടിച്ച് പോകുന്നത് നമ്മുടെ ബീച്ച് സൈഡിലോട്ടാണ് കേട്ടോ. അവിടെ ഏതെങ്കിലും നല്ല സ്പോട്ടിൽ പോയിട്ട് നോമ്പറക്കാമെന്നായിരുന്നു നമ്മളെ പ്ലാൻ. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേന് അത്യാവശ്യം ലേറ്റായി, കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോകണമെന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ അടുത്തുള്ള ഒരു സാധാ ഷോപ്പിൽ കയറിയിട്ട് 2 ജ്യൂസും പറഞ്ഞ് കുറച്ച് സ്നാക്സ് മാത്രം ട്രൈ ചെയ്തിട്ട് വേഗം നോമ്പ് പറഞ്ഞിട്ട് നമ്മൾ നിസ്കരിച്ചിട്ട് വിചാരിച്ചു നമുക്ക് നല്ല നല്ല സ്പോട്ടുകളിലേക്ക് ഇനി പോകാമെന്ന്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പോകുന്നത് മുഖദാർ ബീച്ച് സൈഡിലോട്ടാണ് കേട്ടോ. അവിടെ ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് ടീക്കോഡ് എന്ന് പറയുന്ന ഷോപ്പിലോട്ടാണ്. ഇവിടുത്തെ ലോഡഡ് ഫ്രൈസ് ഭയങ്കര റിവ്യൂ കേട്ടിട്ടുണ്ട് നമ്മളെ. അപ്പോൾ നമ്മളിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷേ എത്തിയ സമയത്ത് അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു. അപ്പോൾ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തായിട്ട് നമുക്ക് കിട്ടിയത്. ഹൈപ്പിനൊത്തതായിട്ട് നമുക്ക് തോന്നിയില്ല, ഒരു നോർമൽ ലോഡഡ് ഫ്രൈസ് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. പിന്നെ അവരുടെ തന്നെ ഒരു മാംഗോ ഫില്ല് ചെയ്ത് വരുന്ന ഒരു ഡെസേർട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആവറേജ് ആയിട്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ലൊരു ചിക്കൻ സൂപ്പാണ് നമ്മൾ കഴിച്ചത്. വെറും 30 രൂപയുള്ളൂ ഇവിടുത്തെ ഈ ഒരു ചിക്കൻ സൂപ്പിന്. പിന്നെ നമ്മൾ നേരെ പോയത് ഉമ്മീസ് കിച്ചണിലോട്ടാണ് കേട്ടോ. അവിടുത്തെ കപ്പ അതുപോലെ ബീഫൊക്കെ ഭയങ്കര റിവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നേ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം ബീച്ച് സൈഡിൽ ഇരുന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥകളൊക്കെ പറയുന്ന തിരക്കിലായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ചത് ലുക്കൈമത്താണ്. ഞാൻ ഒരുവിധം കല്യാണ വീട്ടിലൊക്കെ പോയാൽ ഇതുണ്ടോ നോക്കലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഐറ്റം. പിന്നെ ആ ഒരു ബോക്സ് നമ്മൾ ലുക്കൈമത്ത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ നമ്മൾ ഓരോ കട്ടനും കുടിച്ച് പിന്നെ മോര് സോഡ കുടിക്കണം എന്ന് വല്ലാത്തൊരു പൂതി തോന്നിയപ്പോൾ ഒരു ചെറിയൊരു കടയിൽ നിന്ന് നല്ല ടേസ്റ്റുള്ളൊരു മോര് സോഡയും കുടിച്ചു കേട്ടോ. പിന്നെ കുറേ മസാലയുടെ വെറൈറ്റീസുള്ള ഉപ്പിലിട്ടൊരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് ഒരു മാങ്ങയും ഒരു പൈനാപ്പിളും കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ചൂടോടെ കുറച്ച് മോമോസ് കഴിക്കാമെന്ന്. പിന്നെ നമ്മൾ നേരെ പോയത് മോമോ മാനിയയിലാണ്. ഇവിടുന്ന് നല്ലൊരു ഷെസ്വാൻ മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. പിന്നെ മോമോസൊക്കെ കഴിച്ചപ്പോൾ കരുതി നമുക്കൊരു സോഡ കുടിക്കാം. അപ്പോൾ നല്ലൊരു ലെമൺ സോഡ, നല്ല ഉപ്പിട്ടൊരു ലെമൺ സോഡ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. പിന്നെ നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ട് നമ്മൾ ഹണി സ്പെഷ്യൽ കേക്കിൽ പോയിട്ട് ഒരു ചെറിയൊരു ഡെസേർട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ഇതാ ഒരുപാട് ഡെസേർട്ടുകളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ കുറച്ചധികം ദൂരം നടന്നിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ നമ്മൾ ഫീൽ ലബാൻ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫീൽ ലബാനിൻ്റെ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഫുഡ് സ്പോട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടെന്ന്. നല്ല രസമായിരുന്നു ഇങ്ങനെ നടന്ന്. നമ്മൾ കുറേ ക്വാണ്ടിറ്റിയിലൊന്നും കഴിച്ചില്ല, കുറച്ച് ക്വാണ്ടിറ്റിയിലെല്ലാം വാങ്ങിച്ചിട്ട് എല്ലാതും ഒന്ന് ടേസ്റ്റ് ചെയ്യുന്ന രീതിക്കാണ് കേട്ടോ നമ്മളിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ കോഴിക്കോട് വരുന്നവർ എല്ലാ സ്പോട്ടുകളിലും പോയിട്ടുള്ളവർ അവരുടെ റിവ്യൂസൊക്കെ ഒന്ന് അറിയിക്കണേ.